എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് സമ്മർ സ്പെഷ്യൽ ഒരു മോർണിംഗ് പ്രോട്ടീൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. അതിനായി ഞാൻ ഒരു 150 ഗ്രാം പച്ചരി എടുത്തിട്ടുണ്ട്, ഒരു 30 ഗ്രാം സാബുദാന അയും എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും നമുക്കൊരു 6 മണിക്കൂർ കുതിർക്കാൻ വെക്കണം. ഈ രണ്ട് ചേരുവകളും ഒന്നിച്ച് തന്നെ നമുക്ക് വെള്ളത്തിൽ ഇട്ട് വയ്ക്കാം. അരിയും സാബുദാനയും നന്നായി കുതിർന്ന് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു 50 ഗ്രാം ചെറുപയർ മുളപ്പിച്ചതാണ്. അപ്പോൾ എല്ലാവർക്കും ചെറുപയർ മുളപ്പിക്കാൻ അറിയാം, എന്നാലും ഒന്നും കൂടി പറഞ്ഞു തരാം. സാധാരണ ഒരു പാത്രം എത്രയാണോ നമുക്ക് ആവശ്യം അത്രയും ചെറുപയർ എടുക്കുക. ഒരു 10 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കുക. അതിനുശേഷം അരിപ്പയിൽ ഇതേ വെള്ളം കളഞ്ഞ് വെക്കുക. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും നന്നായി ഇതുപോലെ കിളിർത്ത് വന്നിട്ടുണ്ടാവും. അങ്ങനെ കിളിർത്തെടുത്ത ചെറുപയറാണിത്. അപ്പോൾ ഈ 3 ചേരുവകളും ഉപ്പും ചേർത്ത് അരച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് സ്പ്രൗട്ട് പ്രോട്ടീൻ ദോശയാണ് കേട്ടോ. കഴിഞ്ഞു കേട്ടോ. നമ്മൾ അരച്ച് ഒരു 2 മണിക്കൂറായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് കുറച്ച് ചേരുവകൾ നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. അതൊക്കെ ആരോഗ്യത്തിന് വേണ്ടി ഇടുന്നതാണ് കേട്ടോ. ടേസ്റ്റും ആരോഗ്യവും മൊക്കത്തിന് വേണ്ടിയാണ് അത് നമ്മൾ ഇടുന്നത്. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാം, സവാള ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില, മല്ലിയില, കുറച്ച് തക്കാളി, അല്പം ഇഞ്ചി എന്നിവയിട്ട് നമുക്ക് നന്നായിട്ട് ചേർത്തിളക്കാം. അപ്പോൾ ഇത് ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയാണ്, രുചിയും നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം പറ്റിയ ഒരു ദോശയും കൂടിയാണ്. സ്പെഷ്യൽ പ്രോട്ടീൻ ദോശയുടെ മാവ് തയ്യാറാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് ദോശ ചുടുകയാണ് വേണ്ടത്. ഒരു 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം ഒന്ന് പരത്താം. ഇനി അല്പം എണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ എപ്പോൾ വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. 4 മണി പലഹാരമായിട്ടും കഴിക്കാം കേട്ടോ. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. നമുക്കൊന്ന് ഒരു അടപ്പ് കൊണ്ട് അടച്ച് വയ്ക്കാം. തിരിച്ചിട്ട് ഒരു 2-3 മിനിറ്റ് വീണ്ടും ഒന്ന് അടച്ച് വയ്ക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കും. തിരിച്ചിട്ട് ഒരു 3 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി വെന്തോ എന്നതാ ആവും. അപ്പോൾ രുചികരമായ നമ്മുടെ പ്രോട്ടീൻ ദോശ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ചാനൽ കാണുക, സപ്പോർട്ട് ചെയ്യുക. എപ്പോഴും ചെറുപയർ മുളപ്പിച്ചതിന് ശേഷം ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ ആരോഗ്യത്തിന് നല്ലത്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പോൾ പച്ചയായിട്ട് തന്നെ ഒരു 2 മണിക്കൂർ കുതിർത്തിട്ടാണ് അരയ്ക്കുന്നത് എങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ അപ്പോൾ അതൊരു പച്ച കളറിൽ കിട്ടും ആ സമയം. ഇത് നല്ല വെളുത്ത സുന്ദരനായ ദോശ തയ്യാറായി കഴിഞ്ഞു.